അപ്പോൾ നമ്മളിനി വന്ന കാര്യത്തിന് പോവാണ്. അപ്പോൾ അച്ഛൻ അവാർഡ് വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ കയറി. അപ്പോൾ ഇനി നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. പരിപാടി അവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഹലോ, ഹായ് പറഞ്ഞ. ഹായ് യൂട്യൂബ് ചെയ്യാം. പിന്നെ ഉണ്ട് കേട്ടോ അവിടെ. എന്താണ് ഗൂഗിൾ സെർച്ച് ഒന്നും പറയില്ല. വാമോസ് മെസ്സിനെ കുറിച്ചും അർജന്റീനയെ കുറിച്ചൊക്കെ പറയാം. നീ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞില്ല. അർജന്റീന മെസ്സി എത്ര ഗോൾ മഹാരാജാവിന്റെ 10 ഗോളോ? സിനിമാ രംഗത്തേക്ക് പുതിയതായ ഒരുപാട് പ്രതിഭകൾ കടന്നു വന്നു. കാലം മാറുന്നതിനനുസൃതമായ അഭിനയ ശൈലിയിൽ മാറ്റം വന്നു. കുറച്ച് മുതിർന്ന ഒരാളായിട്ട് കുടിമയൊക്കെ വെച്ചിട്ട് ക്ഷണിക്കുകയാണ്. മേയറും എറണാകുളം സാറുടെ ഏറ്റുവാങ്ങുന്നത് മാവൂർ വിജയ വാഴൂരിനെ ക്ഷണിക്കുന്നു. അവാർഡ് കൊടുക്കുന്നതിനായി മേയറെയും വ്യാദാവ് സാറിനെയും ക്ഷണിക്കുകയാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആർട്ടിസ്റ്റ് രഞ്ജിനി തൊടുപുഴയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നത് ബഹുമാന്യനായ മേയർ അദ്ദേഹമാണ്. ചലച്ചിത്രം ഫിലിം സൊസൈറ്റി സെക്രട്ടറി പ്രസിഡന്റ് നസീർ അലി ഉദ്ഘാടനം ചെയ്യുന്നത്. പേര് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. ഉണ്ണി പഴൂക്കര എന്നാണ് ശരിക്കുള്ള പേര്. നസീർ അലി ഉദ്ഘാടന സർട്ടിഫിക്കറ്റ് സമ്മാനിക്കും. താമര ശിവൻ.
ഇവിടെ നമ്മുടെ ഭാസ്കരേട്ടൻ കെപിസിന്റേട്ടൻ ഇവർക്കെല്ലാം എടാ ഒരു ഹായ് പറ കണ്ട അച്ഛൻ്റെ മകനായിട്ട് അഭിനയിച്ച കുട്ടിയാണ് വിനയ്, കൂടെ എൻ്റെ അനിയനും. ലാസ്റ്റിക്ക് വെച്ചിട്ട് ഫോണത്തെ ചാർജൊക്കെ തീർന്നു. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടുത്തെ ആളുമായിട്ട് നമ്മൾ കമ്പനി ആയ സ്ഥിതിക്ക് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെന്ന ദിവസമായിരുന്നു ആ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം. അപ്പം നമ്മൾ നല്ല കോഴിക്കോടൻ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വരുന്ന വഴിക്കാണ് നമ്മളിവിടെ കയറിയത്. അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു അവിടുന്ന്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അർജൻറ്റീനയുടെ സ്പെയിൻ്റെയും കളി കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എൻ്റെ അച്ഛനെ പറ്റി പറയാം. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു അവാർഡാണ് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ്. ഇത് പറയുമ്പോഴേക്കും ഉള്ളുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. കാരണം അച്ഛൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചെന്നൊരു സംഭവമാണ് ഒരു നല്ല നടനാവുക എന്നുള്ളത്. അച്ഛൻ്റെ പല തിരക്കിൻ്റെ ഇടയിലും അച്ഛനെ അഭിനയമൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അച്ഛൻ്റെ ചെറിയ പ്രായത്തിൽ നേടിയെടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഞങ്ങൾക്കൊരു ചാൻസ് വന്നാൽ പോലെ അച്ഛനത് വിടൂല, അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുക അച്ഛനാട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ 3 കുട്ടികളെയും കൊണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ ആയിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിമാണ് വൈറൽ ഫാദർ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അച്ഛൻ്റെ ഹാർഡ് വർക്കൊക്കെ കണ്ടു വളർന്ന് എനിക്ക് ഇത്രയും നല്ല പറയാനുള്ളത് ഇഷ്ടം പോലെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അഭിനയിക്കുക എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമാണ് അച്ഛന്. അപ്പം അച്ഛന് വലിയ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.